കൊച്ചി നഗരത്തിൽ തെരുവുനായ ആക്രമണം രൂക്ഷമാവുകയാണ്. വളർത്തുനായയുടെ ആക്രമണമേറ്റ പള്ളുരുത്തി സ്വദേശി ആഷിബ് തന്റെ അനുഭവം പങ്കിടുകയാണ് മെട്രോ 7 ന്യൂസിനോടൊപ്പം. ആക്രമണത്തിൽ ചെവിക്ക് ഗുരുതരമായി പരിക്കേറ്റ ആഷിബ് ചികിത്സയിലാണ്. തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമായ ഈ പ്രദേശത്ത് വളർത്തുനായ്ക്കളും അക്രമാസക്തരായതോടെ നായ്ക്കളെ ഭയന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പ്രദേശവാസികൾ. തെരുവുനായ ശല്യം കൊച്ചി നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഭീതി പടർത്തുന്നതിനിടെയാണ് നഗരവാസികളെ ഞെട്ടിച്ചുകൊണ്ട് വളർത്തുനായയുടെ ആക്രമണവും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പള്ളുരുത്തി KMP നഗർ സ്വദേശി 58 വയസ്സുകാരൻ ആഷിബിനെയാണ് വളർത്തുനായ കടിച്ച് പരിക്കേൽപ്പിച്ചത്. വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവിടെ പൊതുവെ പട്ടികളുടെ ശല്യങ്ങളുണ്ട്. പക്ഷേ ഈ എന്നെ കടിച്ചത് ഒരു വളർത്തുനായയാണ്. ആ വീട്ടുടമസ്ഥൻ കാറ് ഷെഡിലേക്ക് കയറ്റാൻ വേണ്ടി നായ അയച്ചു വിട്ടതാണ്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധക്കുറവായിരുന്നു. ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ ചെവിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. തെരുവുനായകളുടെ ശല്യത്തിനു പുറമെ വളർത്തുനായകളും ആക്രമണം തുടർന്നാൽ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാതെയാകുമെന്ന ആശങ്കയിലാണിവർ. പട്ടി വന്നെന്ന് വേറെ ആൾക്കാരെ മേത്തേക്കായിരുന്നു പട്ടി. അപ്പോൾ അവർ പേടിപ്പിച്ച് പടി ഇരുത്തിയിട്ട് പട്ടി ഇതായി. പിന്നെ പട്ടി വന്ന് എൻ്റെ അടുത്തേക്കാണ്. ആ പട്ടി വന്നപ്പോൾ പട്ടീൻ്റെ എനിക്കൊരു ഭയപ്പാടുള്ളത് ഈ സാധനത്തിന്. അപ്പോൾ ഇത് എൻ്റെ ദേഹത്തെ നമ്മൾ അതിന് കുട കയ്യിലുണ്ടായത്. അപ്പോൾ കുട വെച്ച് അടിക്കുമ്പോൾ ഇത് പോകുന്നുള്ള ഉദ്ദേശത്തോടെ പിന്നെ ഇത് ചാടി വന്നപ്പോൾ ഞാൻ നിലത്തേക്ക് വീണു. ആ സമയത്താണ് പട്ടി എന്റെ ചെവിക്ക് കടിച്ചത്. അർപ്പണ നഗർ കണ്ടത്തിൽ പറമ്പിൽ സ്വദേശി പ്രസാദിന്റെ വളർത്തുനായയാണ് ഇദ്ദേഹത്തെ ആക്രമിച്ചത്. കൂടാതെ പല പ്രദേശങ്ങളിലും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അധികാരികൾ തെരുവുനായ ശല്യത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. പിന്നെ ഞങ്ങൾ ഒരു ദിവസം രാത്രി മോനെ വിളിക്കാൻ വേണ്ടി പോണ സമയത്തും കാറിന്റെ പുറകിൽ അറ്റം വരെ പട്ടി ഓടി വന്നു. അതേസമയം ഓട്ടോയിലായിരുന്നെങ്കിൽ പട്ടി നമ്മുടെ ഓട്ടോൻ്റെ അകത്തേക്ക് കയറിയാണ്. വണ്ടിയിലിരിക്കുന്ന കുട്ടികൾ വരെ പേടിച്ചു പോയി. ഈ റോഡ് അറ്റം വരെ അപകടങ്ങൾ പറ്റണത് പട്ടിയാണ് നിറച്ചു. വണ്ടി അങ്ങോട്ട് അറ്റാനാകുമ്പോൾ റോഡ് അങ്ങോട്ട് വട്ടം കിടക്കും പട്ടി. അപ്പോൾ വണ്ടി അങ്ങോട്ട് കയറുമ്പോൾ തിരിച്ചു പോകണുള്ളൂ. ഇത് തന്നെ പല സ്ഥലങ്ങളിലും ഓട്ടോക്ക് പോകുമ്പോൾ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നമ്മുടെ കൊച്ചി അടിപൊളി ഊണ്, ബിരിയാണി, പൊറോട്ട, ബീഫ്, ഷവായ, അൽഫാം, മന്തി തുടങ്ങി എല്ലാം കിട്ടുന്ന കിടിലൻ റെസ്റ്റോറന്റ്. ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടും വേഗം പോരാ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, തോപ്പുംപടി, പനംപിള്ളി നഗർ ആൻഡ് കാക്കനാട്.